ഹായ് ഫ്രണ്ട്സ്, ഇതെവിടെയാണെന്നറിയാമോ? ഇത് തിരുച്ചിയിലെ ബേർഡ്സ് പാർക്കാണ് കേട്ടാ. പക്ഷികളെ നേരിട്ട് കണ്ട് അവയെ തൊട്ട് അടുത്ത് നിന്ന് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുച്ചിയിലെ ബേർഡ്സ് പാർക്ക്. ഒരാൾക്ക് വരുന്നത് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. പക്ഷേ 200 രൂപയ്ക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അത്രയ്ക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്ക് കയ്യിലൊരു പുല്ല് തരും. ഈ ഒട്ടകപ്പക്ഷിക്ക് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ ഒട്ടകപ്പക്ഷിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന നമ്മളെ കൊണ്ട് കൊടുക്കുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസും ഒരു അടിപൊളി ഒരു അനുഭവമാണ്. നേരിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ കയ്യിൽ കടി കിട്ടും. അത് വേറൊരു സൈഡാണ് ഇതിൻ്റെ. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ നേരിട്ടൊക്കെ ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളത് ഒരു പുതിയൊരു അറിവല്ലേ. അടിപൊളിയാണ്. ഇതിന് വീണ്ടും വേറെ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടാൽ നേരിട്ട് കാണുമ്പോലുള്ളൊരു അനുഭവം നമുക്ക് കിട്ടും കേട്ടാ. അടിപൊളിയല്ലേ. ഇതൊക്കെ പലതരം വെറൈറ്റിയിലുള്ള പ്രാവുകളാണ് കേട്ടാ. അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏഷ്യയിൽ ഉള്ളതല്ല, പുറത്ത് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളത്, പല വെറൈറ്റിയിലുള്ളത്, പല രീതിയിലുള്ളത്, പലയിടത്തും കാണാൻ പറ്റാത്തത് ഫുൾ ഇറക്കുമതിയാണ്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രാവുകളാണ്. ഇതെല്ലാം സൂപ്പറാണ്, അടിപൊളിയായിരിക്കുന്നു, കാണാനും സൂപ്പറാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞ് അനുഭവിക്കുന്നത് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതിൻ്റെ തല കണ്ട ഒരു പ്രത്യേകതയില്ല. തല കാണാൻ പോലും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രാവുകളുടെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. അടുത്തിന് നമ്മൾ പോകുന്നത് കോഴികളുടെ ഒരു കളക്ഷനിലോട്ടാണ്. ഇതൊക്കെ പലതരം കോഴികളാണ്. കോഴിയാണെന്ന് തോന്നുന്നില്ല, കോഴിയാണെന്നുള്ളത് അവിടെ വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കോഴിയാണെന്നുള്ളത്. പലതരം വെറൈറ്റിയിൽ, പല സൈസിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഐറ്റങ്ങൾ ഇതെവിടെ ഇട്ടിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കോഴികൾ സൂപ്പറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ കാലിൽ വരെ തൂവലാണ്. അടിപൊളിയല്ലേ, നല്ല സൂപ്പറല്ലേ, കാഴ്ചയ്ക്ക് തന്നെ എന്ത് മനോഹരം അല്ലേ. അടുത്തിത് കണ്ട ഒരു ജൈജാൻറ്റിക് ഐറ്റം. അവൻ്റെയും കാല് കണ്ടില്ലേ, എന്ത് സൂപ്പറല്ലേ, അടിപൊളി. ഈ കോഴി കണ്ട വളരെ ചെറുതാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം സൈസ് തോന്നണമെന്ന് അറിയില്ല. നമ്മൾ ഒരു കൈക്ക് തിരിക്കാനുള്ള സൈസ് ആ കോഴിക്കുള്ളൂ. വലിയ കോഴിയാണ്, പക്ഷേ സൈസ് ചെറുതാണ്. അങ്ങനത്തെ ഒരു സൈസ് കോഴിയാണ് കേട്ടോ ഇത്. നല്ല സൂപ്പറല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത വേറൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് കാടക്കോഴി പോലത്തെ വേറൊരു ഐറ്റമാണ് കേട്ടോ. പേര് കറക്റ്റായിട്ട് അറിയില്ല. അടുത്ത് കോഴി കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടമാണ്. അതായത് വിരിഞ്ഞിറങ്ങിയ കോഴികളെ ഇവിടെ വിട്ടേക്കാണ്. അടിപൊളിയായി ഞാൻ പിടിച്ചു നോക്കിയതാണ്. പിടിക്കാനൊന്നും പാടില്ല, അവരൊന്ന് പറഞ്ഞു. ആദ്യം അറിഞ്ഞുകൂടെയായിരുന്നു പിടിക്കരുതെന്ന്, അങ്ങനെ പിടിച്ചതാണ്. അടുത്ത് ഫീസൻ്റ് തത്തകളുടെ ഒരു കളക്ഷനാണ് കേട്ടാ. ഇതും പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, ഒന്നും ഇന്ത്യയിലുള്ളതല്ല. കുറേ ഉണ്ട്, നല്ലൊരു കൂട്ടം തന്നെയുണ്ട്, ഒരു കളക്ഷൻ തന്നെയുണ്ട് തത്തകളുടെ. ഒരുപാടുണ്ട്. അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം. എത്ര സമയം വേണോ നിൽക്കാം കേട്ടോ. ഇത്ര മണിക്കൂറിനകത്ത് ഇറങ്ങണം അങ്ങനെയൊന്നുമില്ല. രാവിലെ നമുക്ക് കയറിയാൽ ഇതിനകത്ത് തന്നെ കോഫി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റും. ഇവിടെ തന്നെ ഒരു ദിവസം നമുക്ക് ചിലവഴിച്ച് ഇങ്ങനെ കണ്ട് നിൽക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു കളക്ഷനാണ്. പലതരം വെറൈറ്റി പക്ഷികളെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് പോകാം. അത് തന്നെ കണ്ണിനൊരു നല്ലൊരു കുളിർമ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ്. എനിക്കങ്ങനെ തോന്നി. ഇത് ഇഷ്ടപ്പെടുന്നവർക്കും
ഇഷ്ടമില്ലാത്തവർക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെടാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതെല്ലാം പലതരം വെറൈറ്റി ഫീസന്റുകളാണ് കേട്ടോ, തത്തകൾ. നമ്മൾ പച്ച തത്ത അങ്ങനത്തെ ചില വർണ്ണ തത്തകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഇത്രയും വാലിന് നീളമുള്ളതും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതും ഒക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. മ്യൂസിയത്തൊക്കെ ഉണ്ട്, എന്നാലും അതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഒരു കളക്ഷൻ, ഒരു കമനീയ ശേഖരം തന്നെ ഉണ്ടെന്ന് പറയാം. നമ്മളെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യമൊക്കെ പറയും പോലെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇട്ടിട്ടുമുണ്ട്. പിന്നെ ആ വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമല്ല, നമുക്കിങ്ങനെ അടുത്ത് നിന്ന് ഈ കമ്പിയിലേക്ക് അടുത്ത് നിന്ന് നമുക്കിത് കാണാൻ പറ്റും. ഷൂട്ട് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എക്സ്ട്രാ പേയ്മെൻറ്റ് അങ്ങനെയൊന്നും കൊടുക്കണ്ട. കറക്റ്റായിട്ട് നമുക്ക് കാണാം. ഇതിനെപ്പറ്റി പഠിക്കാൻ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇവിടെ നിൽക്കുന്നവർ ഇത്തിരി ഫ്രണ്ട്ലിയാണ്, അത് ഞാൻ നോട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ അവർ ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നത്. അത് നമുക്ക് അവർ ആ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും. ചിലപ്പോൾ അത് ബിസിനസ്സിൻ്റെ ആ ഒരു ഇതായിരിക്കാം, എന്നാലും ഇത്തിരി ഫ്രണ്ട്ലിയാണ്. കറക്റ്റ് നല്ല അടിപൊളിയാണ്. ഇതൊക്കെ വിവിധ തരം ഗൂസുകളാണ്, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അടിപൊളി ഗൂസുകൾ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അതിൻ്റെ തല കണ്ടില്ലേ, അടിപൊളിയില്ലേ. ക്രൗൺ അങ്ങനെ കണ്ടൊക്കെയാണ് അതിൻ്റെ പേര്, ക്രൗൺ ഹെഡാ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ വിവിധ തരം വെറൈറ്റിയിൽപ്പെട്ട താറാവിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ആ താറാവ്, ഗൂസ്, ആ ഐറ്റംസ് ഒക്കെയാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതൊന്നും ഇന്ത്യ ഉള്ളതല്ല, എല്ലാം പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. അത്രയ്ക്കും വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടില്ലേ, അടിപൊളിയില്ലേ. അതുണ്ട്, അത് അടയിരിക്കുന്നതാണ് മുട്ടകളൊക്കെ വെച്ച്. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അടുത്ത് വരുന്നത് വിരിഞ്ഞിറങ്ങിയ താറാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള പക്ഷികളുടെ ആ ഒരു കൂട്ടം. ഇനി വേറെയും ഉണ്ട് വെറൈറ്റി ബേഡ്സ്, പക്ഷേ വീഡിയോസിൻ്റെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുന്നത്. ബാക്കി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.